വയനാടൻ ജനതയുടെ പോരാട്ട വീര്യം കേരളം കണ്ടു തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. ചുരം താണ്ടി കാടുകയറി വന്യമൃഗങ്ങളോടും മാറാരോഗങ്ങളോടും പകർച്ചവ്യാധികളോടും പ്രകൃതിയോടും പോരടിച്ച് മണ്ണിൽ പൊന്നു വിളയിച്ച മലയോര കർഷകരും പാരമ്പര്യവും പൈതൃകവും കൈവിടാതെ കാത്തു സംരക്ഷിച്ച് ഇന്നും ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന ആദിവാസി സമൂഹവുമെല്ലാം ഈ പോരാട്ട വീര്യത്തിന്റെ പ്രതീകങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെയാണ് വയനാടിന്റെ ടൂറിസം സംസ്കാരം. ഏതെങ്കിലും സർക്കാരിന്റെയോ കോർപ്പറേറ്റ് കുത്തകകളുടെ പണക്കൊഴുപ്പിന്റെയോ പിൻബലത്തിലല്ല വയനാടിന്റെ ടൂറിസം സംസ്കാരം രൂപപ്പെട്ടത്. നേരെ മറിച്ച് പ്രകൃതി അനുഗ്രഹിച്ചു നൽകിയ വിഭവങ്ങളും മനോഹരമായ കാലാവസ്ഥയും വയനാടൻ രുചിക്കൂട്ടുകളും വയനാടൻ ജനതയുടെ ആതിഥ്യ മര്യാദയുമാണ് ലോക ടൂറിസം ഭൂപടത്തിൽ വയനാട് തല ഉയർത്തി നിൽക്കുവാൻ കാരണമായത്. എന്നാൽ ഇന്ന് പ്രത്യേകിച്ചും പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് പുനരുജ്ജീവനം എന്ന പേരിൽ ഈ ടൂറിസം രംഗത്തേക്ക് കടന്നു കയറി കോടികൾ കൊയ്യുവാനുള്ള ബോബി ചെമ്മണ്ണൂർ അഥവാ ബോച്ചെ എന്ന വ്യവസായ പ്രമുഖന്റെ ചില നിക്ഷിപ്ത താല്പര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. 20,000-ലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഡിസംബർ 31-ാം തീയതി മുതൽ 24 മണിക്കൂർ നേരത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷ പരിപാടിയാണ് ബോബി ചെമ്മണ്ണൂർ വയനാട്ടിൽ പ്രഖ്യാപിച്ചത്. ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്ന നിമിഷം വരെ ഒരധികൃതരും ഇതിനെതിരെ ശബ്ദിച്ചില്ല. എന്നാൽ കോടതിയിൽ വ്യക്തമായത് ഈ പരിപാടിക്ക് അല്ലെങ്കിൽ ടിക്കറ്റുകൾ വിറ്റഴിച്ച ഈ പരിപാടിക്ക് നിയമാനുസൃതമായ യാതൊരു അനുമതികളും ഉണ്ടായിരുന്നില്ല എന്നതാണ്. ബോബി ചെമ്മണ്ണൂരിന് വയനാട്ടിലേക്ക് കടന്നു കയറുന്നതിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ഇതിലൊന്നാമത്തേത് ഏറെ നിഗൂഢവും കുറ്റകരവുമായ ഒരു ലക്ഷ്യമാണ്. വയനാട് നമുക്കറിയാവുന്നതുപോലെ തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ്. ചെന്നൈയിലെയും ബാംഗ്ലൂരിലെയും മഹാനഗരങ്ങളിൽ ഇന്ന് ലഹരി പാർട്ടികൾക്കെതിരെ ആഘോഷ രാവുകൾക്കെതിരെ നിയമ സംവിധാനങ്ങൾ കനത്ത ജാഗ്രത പുലർത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ മഹാനഗരങ്ങളിലെ പാർട്ടി ക്രൗഡിനെ വയനാട്ടിലേക്ക് ആകർഷിച്ച് തേയിലക്കാടുകളുടെ മറവിൽ ആവോളം ലഹരിയും സെക്സും വിപണനം ചെയ്ത് ഒരു അർബൻ നാഗരികതയുടെ വൈകൃത്യങ്ങൾ വയനാട്ടിൽ പുനഃസൃഷ്ടിക്കാനാണ് ഇയാൾ ശ്രമിച്ചതെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെല്ലാമുള്ള തടയാണ് ഇയാളുടെ ഈ വൈൽഡ് അർബൻ പാർട്ടി തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധി. ഇവിടെ ഈ പരിപാടി എന്തായി തീരുമായിരുന്നു എന്നതിന്റെ കൃത്യമായ സൂചനകൾ ബോബി ചെമ്മണ്ണൂർ തന്നെ തന്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോകളിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. അയാൾ പറയുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യമായി ഒന്ന് കേട്ടു നോക്കാം. അപ്പോ ഈ വർഷത്തെ ന്യൂ ഇയർ എങ്ങനെയാ? കളറാക്കല്ലേ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ മ്യൂസിക് ഫെസ്റ്റായ സൺബേർഡ്സിനൊപ്പം ആടാനും പാടാനും വയനാട് മേപ്പാടിയിലുള്ള ബോച്ചെ 1000 ഏക്കറിലേക്ക് ഇങ്ങോട്ടങ്ങ് പോര്. പിന്നെ സോറിട്ടാ, 499 റുപ്യന്റെ ഏർലി ബേർഡ്സ് ടിക്കറ്റ് ഇന്നത്തോടെ വിറ്റ് തീർന്നു. ഇനി 5000-ന്റെ ടിക്കറ്റ് സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ 1000 രൂപയ്ക്ക് അങ്ങോട്ട് സ്വന്താക്കാം. പക്ഷെ അതും 25-ാം തീയതി വരെ മാത്രം. അതിനുശേഷം മുതലാളിമാർക്കൊക്കെ 5000 രൂപയ്ക്കും ടിക്കറ്റ് വാങ്ങാം. പിന്നെ കൂടി ചർമാദിക്കാൻ 2 കുപ്പി ബോച്ചെ പാനീയം സൗജന്യം. പക്ഷെ കളിക്കാനുള്ളത് നിങ്ങൾ എന്നെ കൊണ്ടുവരണം. ഈ വ്യവസായ പ്രമുഖൻ യാതൊരു ഉളുപ്പും മറയുമില്ലാതെ ഇവിടെ പറയുകയാണ്, കുടിക്കാനുള്ളത് ഞാൻ തരും, കളിക്കാനുള്ളത് നിങ്ങൾ കൊണ്ടുവരണമെന്ന്. ബോബി ചെമ്മണ്ണൂരിന്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പണ്ടേ കുപ്രസിദ്ധമാണ്. ഹണി റോസിനെ പോലുള്ള സിനിമാ നടിമാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇയാൾ പറഞ്ഞ ആഭാസം ലോകം മുഴുവൻ കണ്ടതാണ്. അതിനും കേരളത്തിൽ ആരാധകരുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം. എന്നാൽ ഇവിടെ ഇയാൾ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. കുടിക്കാനുള്ളത് ഞാൻ തരും, കളിക്കാനുള്ളത് നിങ്ങൾ കൊണ്ടുവരണമെന്ന്. ഇയാൾ പച്ചയായ വന്യതയാർന്ന ലൈംഗികത, കാമകേളികൾ തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ച ഈ കളി എന്ന് പറയുന്നത്. നാളെ ഇതൊരു വിവാദമായാൽ ഇയാൾ പറയും, കളി എന്ന് പറഞ്ഞാൽ വേറെ എന്തെല്ലാം അർത്ഥമുണ്ട്, ക്രിക്കറ്റ് കളിയുണ്ടല്ലോ, ഫുട്ബോൾ കളിയുണ്ടല്ലോ, ബാസ്കറ്റ്ബോൾ കളിയുണ്ടല്ലോ എന്നെല്ലാം. പക്ഷേ ബോബിയെ അറിയാവുന്നവർക്ക്, അയാളുടെ അശ്ലീല പരാമർശങ്ങൾ കേട്ട് പരിചിതമായവർക്ക് ഇതെന്താണ് ഉദ്ദേശിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. മാമാപ്പണിയാണെങ്കിൽ പോലും അത് മാർക്കറ്റിങ്ങിലൂടെ മഹത്വവൽക്കരിക്കാൻ കെൽപ്പുള്ള
ഒരു വ്യവസായ പ്രമുഖനാണ് ബോബി ചെമ്മണ്ണൂർ. ഇവിടെയും അയാൾ ചെയ്യുന്നത് അതുതന്നെയാണ്. പക്ഷേ അത് വയനാടിന്റെ ചെലവിലാവരുത്, കേരളത്തിന്റെ ചെലവിലാവരുത്, മലയാളിയുടെ ചെലവിലാവരുത്. കളങ്കമില്ലാത്ത കാപട്യമില്ലാത്ത വയനാടിന്റെ ടൂറിസം രംഗത്തെ മലിനപ്പെടുത്തുവാനുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ ശ്രമങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തേണ്ടത് കേരള സമൂഹമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. തോട്ടം ഭൂമിയെ അനധികൃതമായി വകമാറ്റി അനധികൃത റിസോർട്ട് പടുത്തുയർത്തി ഇയാൾ നടത്തുന്ന ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൈയടിക്കുന്ന, പ്രോത്സാഹനം നൽകുന്ന സർക്കാരും അധികൃതരും ഒരു കാര്യം ഓർക്കുക: ബോബി ചെമ്മണ്ണൂരിന്റെ എല്ലിൻ കഷ്ണങ്ങൾക്ക് പുറകെ നിങ്ങൾ പോകുമ്പോൾ വയനാടിനെ കാത്തിരിക്കുന്നത് ഇതിലും വലിയ മഹാദുരന്തങ്ങളായിരിക്കും. നമ്മെ നോക്കാൻ ആരുമില്ല എന്ന ബോധ്യത്തിൽ വയനാടൻ ജനത വേണം ഇത്തരം നിന്ദ്യവും നികൃഷ്ടവുമായ പ്രവണതകൾക്കെതിരെ ജാഗ്രത പുലർത്തുവാൻ. ഈ ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.